മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. 2-3 ദിവസമായിട്ട് ആദിലയും നൂറയും നമ്മുടെ അനീഷിനെ ടാർഗറ്റ് ചെയ്ത് ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴെന്തായാലും ടാസ്കിനിടയിൽ വീണ്ടും അനീഷിനടുത്തേക്ക് ചെല്ലുകയാണ് ആദില അനീഷിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എൻ്റെ കയ്യിൽ 3 വലിയ കുപ്പികളുണ്ട്, നിങ്ങൾക്ക് വേണോ, ഡീല് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. 3 വലിയ കുപ്പികൾ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അനീഷ് ഡീല് സംസാരിക്കാം, ആദ്യം കുപ്പികളൊന്ന് കാണിക്കൂ, ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് ഡീൽ സംസാരിക്കാം, എത്ര കോയിൻ തരാമെന്നൊക്കെ പറയുന്നു. കാരണം 3 വലിയ ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു ബോട്ടിൽ 5 കോയിനാണ്. പക്ഷേ ആദില ബോട്ടിൽ കാണിക്കാൻ തയ്യാറാവുന്നില്ല. ആദ്യം എന്നോട് സംസാരിക്കുക, എന്നിട്ട് ബോട്ടിൽ കാണിക്കാമെന്ന് പറയുന്നു. പക്ഷേ അനീഷ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, ബോട്ടിൽ ആദ്യം കാണിക്കുക, എന്നിട്ട് ഡീല് സംസാരിക്കാം. അപ്പോഴേക്കും നമ്മുടെ ആദില അനീഷിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഞാനൊരു വലിയ ബോട്ടിലാണെന്നും പറഞ്ഞ് അനീഷിൻ്റെ ആ ഉന്തുവണ്ടിയിലേക്ക് കയറിയിരിക്കുന്നു. നൂറയും ഓൾറെഡി അനീഷിനെ ചൊറിയാൻ വേണ്ടി അവിടെ നിൽപ്പുണ്ട്. നൂറ ഉടനെ ഓടി വന്ന് അനീഷിൻ്റെ ആ വണ്ടിയിലിരുന്ന 2-3 ബോട്ടിൽ തട്ടിക്കളയുന്നു. അങ്ങനെ ചെയ്താൽ ആർക്കാണെങ്കിലും സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. അനീഷിനും വന്നു. അനീഷ് ഉടനെ ജ്യൂസ് കലക്കാൻ വേണ്ടി വെച്ച ആ തവിയിൽ കുറച്ച് ജ്യൂസ് കോരി ആദിലയുടെയും നൂറയുടെയും ദേഹത്തേക്ക് ഒഴിക്കുന്നു. അതിനു പ്രതികാരമായിട്ട് ആദില അനീഷിൻ്റെ ജ്യൂസിൽ ആദ്യം കൈയിട്ടിളക്കുന്നു, പിന്നെ അത് ഫുള്ള് മറിച്ച് കളയുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ആദിലയുടെയും നൂറയുടെയും അഹങ്കാരമായിട്ടാണ് തോന്നിയത്. കാരണം ഓൾറെഡി ഇവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു, ബോട്ടിലുകൾ അനീഷിനോ ആരിനോ കൊടുക്കില്ല, ഷാനവാസിന് മാത്രമേ കൊടുക്കുള്ളൂ. പിന്നെ എന്തിനാണ് അനീഷിനെ ചൊറിയാൻ വേണ്ടി ചെന്നത്? ചൊറിയുന്നത് പോട്ടെ, ചിലപ്പോൾ ട്രിഗർ ചെയ്യിക്കാൻ വേണ്ടിയായിരിക്കും. കാരണം ബിഗ് ബോസ് ഗെയിം അതാണല്ലോ, മൈൻഡ് ഗെയിമാണ്, എല്ലാം ക്ഷമിക്കാം. പക്ഷേ ഇത് കുറച്ച് ഓവറാണ്. അനീഷ് മാക്സിമം ക്ഷമിച്ച് നിന്നതിന് ശേഷമാണ് ഇങ്ങനൊരു ആക്ട് ചെയ്തത്. ആദ്യമേ ആദില ചൊറിയാൻ വന്നപ്പോഴും വളരെ മാന്യമായ രീതിക്കാണ് ആദിലയോടും അനീഷ് സംസാരിച്ചത്, ബോട്ടിൽ കാണിക്കൂ എന്നിട്ട് ഡീൽ സംസാരിക്കാമെന്നൊക്കെ. ആ സമയത്തും ആദിലയാണ് അഹങ്കാരത്തോടു കൂടി സംസാരിച്ചത്. അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ജിസയിലും ലക്ഷ്മിയും വരുന്നു. ലക്ഷ്മി പറയുന്നത് അവിടെ കയറിയിരിക്കാൻ പാടില്ല ആദില, അത് ഞങ്ങളുടെ അന്നമാണ്, അവിടെ കയറിയിരിക്കുന്ന ആ ഒരു ആക്ട് തെറ്റാണ്. അതുപോലെ തന്നെ ജിസയിലും നൂറയോട് പറയുന്നു, നിങ്ങൾ എന്താണ് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്, എന്തിനാണ് കുപ്പി തട്ടിക്കളയുന്നത്, അതിൽ സ്ക്രാച്ച് വീണാലോ അല്ലെങ്കിൽ അത് ചളുങ്ങിയാലോ. ഉടനെ ആദില പറയുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തതേ ഉള്ളൂ, അത് താഴെ പോയത് എൻ്റെ കുഴപ്പമല്ല എന്നാണ് നൂറ പറയുന്നത്. പക്ഷേ ലൈവ് കാണുമ്പോൾ വ്യക്തമാണ് ആദിലയും നൂറയും വേണമെന്ന് വെച്ച് തന്നെയാണ് അനീഷിനെ ഇത്രയും ചൊറിയാൻ ചെന്നത്, അനീഷിനെ ട്രിഗർ ചെയ്യിച്ചത് തന്നെയാണ്. പക്ഷേ എനിക്കിത് ആദിലയുടെ വളരെ ചീപ്പ് ഗെയിമായിട്ടാണ് തോന്നിയത്. ഇന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കായിട്ട് ഇതുപോലെ തന്നെയാണ് അനീഷിനെ എല്ലാ കാര്യത്തിനും ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യത്തിന് എനിക്ക് അനീഷിനെ തെറ്റു പറയാൻ പറ്റില്ല. അനീഷിന് നിവൃത്തികേട് കൊണ്ടാണ് അനീഷ് ആ ജ്യൂസ് എടുത്ത് ആദിലയുടെയും നൂറയുടെയും ദേഹത്തൊഴിച്ചത്. കാരണം കുറച്ചധികം നേരമായി ആദില അത്രയും ചൊറിയുകയായിരുന്നു. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.